ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഇരുട്ടിനെ, അന്ധകാരത്തെ അകറ്റുന്നു, സർവപാപങ്ങളെയും അകറ്റുന്നു ആ ഭാസ്കരനെ, സൂര്യഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ ജപാകുസുമ സങ്കാശം എന്ന ഈ ആദ്യത്തെ ശ്ലോകം ആദ്യത്തിൻ്റെ പ്രാർത്ഥന ശ്ലോകമാകുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുന മാസത്തിൽ നിന്നും മിഥുനം 32-ാം തീയതി 32 ദിവസം കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുകയാണ്. ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന സൂര്യൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ സൂര്യൻ 1201 മിഥുനമാസം 32-ാം തീയതി വ്യാഴാഴ്ച, അതായത് 2026 ജൂലൈ മാസം 16-ാം തീയതി രാത്രി 11:40 കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഭാനോ കുളീരേ തീഷ്ണോസ്വഹ പരകാര്യകൃത് ശ്രമപഥ ക്ലേശൈശ്ച സംയുജ്യതേ. കുളീരേ, കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ തീഷ്ണ, താൻ തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കും. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ, ധനമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക വിഷയത്തിലേക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിത്തം കുറയുക, ശ്രമവധ ക്ലേശൈഹി സംയുജ്യത, വളരെയധികം ശ്രമം, യജ്ഞങ്ങൾ, വധക്ലേശങ്ങൾ, ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ പ്രദാനം ചെയ്യും. നല്ലൊരു ഫലമാണോ? നല്ല ഫലമല്ല. ഇവിടെ നാം ശ്രദ്ധിക്കണം, സൂര്യൻ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉത്തരായണത്തിലെ സൂര്യൻ ബലവാനാണ്. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസം. കർക്കിടകം മുതൽ ധനു വരെയുള്ള 6 മാസങ്ങളാണ് ദക്ഷിണായന മാസം. ദക്ഷിണായനത്തിൽ സൂര്യൻ ദുർബലമാണ്. ഈ കർക്കിടക മാസത്തിലാണ് അങ്ങേയറ്റം വറുതിയുടെ, ക്ലേശങ്ങളുടെ, പ്രയാസങ്ങളുടെയൊക്കെ കർക്കിടക മാസ പിറവി. നാം പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന ഏറ്റവും മഹത്തായ പിതൃക്കളെ സന്തോഷിപ്പിച്ച് അവരെ സ്വർഗലോകത്തിലേക്ക് അയക്കുന്ന മാസമാണ് കർക്കിടക മാസം. അപ്രകാരം തന്നെ വറുതിയുടെ മാസമാണ്. ധാരാളം ക്ലേശങ്ങളും പ്രശ്നങ്ങളും കർക്കിടക മാസത്തിൽ സംഭാവ്യമാണ്. അതിനാൽ സൂര്യൻ്റെ കർക്കിടക രാശിയിലുള്ള ആശ്രയഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന അത്ര ഗുണമല്ല. അനാവശ്യമായ വീറും വൈരാഗ്യവും വാശിയുമൊക്കെ പ്രകടിപ്പിക്കുക, തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത കഠിനാധ്വാനത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുക, ധനപരമായ വിഷയത്തിൽ അപൂർണത ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കുന്ന മാസമാണ് കർക്കിടക മാസം. അതിനാൽ വളരെ ജാഗ്രത ഈ കർക്കിടക മാസക്കാലം പുലർത്തേണ്ടിയിരിക്കുന്നു എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ കർക്കിടക മാസത്തിലുള്ള ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യുന്നു. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങൾ ശ്രദ്ധിക്കാം. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കന്നിരാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 11-ാം ഭാവത്തിലാണ്. നല്ല ഭാവമാണ് 11-ാം ഭാവം. സൂര്യൻ 11-ൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം, കന്നിരാശിക്കാർക്ക് സൂര്യൻ വൈകല്യവാനാണ്. ശാരീരിക വൈകല്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് 12-ാം ഭാവം. പാപം, വ്യയം, ദുർവ്യയങ്ങൾ, പതനം, സ്ഥാനഭ്രംശങ്ങൾ ചിന്തിക്കേണ്ട ഭാവമാണ്. വൈകല്യം ചിന്തിക്കേണ്ട ഭാവമാണ്. ആ ഭാവാധിപൻ 11-ൽ നിൽക്കുന്നു. ഒരു വിഷയത്തിൽ ആ സൂര്യൻ വളരെയധികം കന്നിരാശിക്കാർക്ക് സഹായകരമായ തീരുമാനങ്ങൾ നൽകുന്ന സൂര്യനാണ്. കാരണം 11-ാം ഭാവം സർവാഭീഷ്ട ലാഭമാണ്. അവിടെ സൂര്യൻ നിൽക്കുമ്പോൾ നല്ല ഫലമാണ്. ഹോരാചാര്യരും ചമത്കാര ചിന്താമണിയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് സലാഭ, ലാഭത്തോടു കൂടി ആളാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വ്യാഴത്തോടു കൂടി നിൽക്കുന്ന സൂര്യൻ ബലവാനാണ്.
ഇവിടെ 11-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ രവസംഭവയെ സംബന്ധിച്ച ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരം, രാജാവിൻ്റെ മുദ്ര, അധികാരം, ചിഹ്നം ഇതൊക്കെ തനിക്ക് ലഭിക്കും. നൃപദ്വാരത, അധികാരികൾ തന്നെ റെസ്പെക്റ്റ് ചെയ്യും, ബഹുമാനിക്കും. അതിനാൽ ആ സൂര്യൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്നത് തൻ്റെ കർമ്മമേഖലയിൽ ഉണ്ടാകുന്ന ഒരു പുതു വസന്തം, ഈ ഒരു മാസക്കാലം വളരെ അനുകൂലമായി മുന്നോട്ട് പോകാൻ നല്ലത്. പുതിയ പുത്തൻ അധികാരം ലഭിക്കുക, തനിക്കൊരു പ്രാധാന്യം ലഭിക്കുക സമാജത്തിൽ, സമൂഹത്തിൽ, തൻ്റെ കർമ്മമേഖലയിലെല്ലാം തന്നെ വളരെ നല്ല ഫലമാണ്. അതിവിഖ്യാത പ്രശസ്തി ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രതാപാനലെ ശത്രുവ സമ്പതെന്ന്, തനിക്ക് ശത്രുദോഷം, ശത്രുവിനെ നശിപ്പിക്കാൻ പറ്റും, ശത്രു തൻ്റെ മുന്നിൽ ഉണ്ടാകില്ല. പ്രതാപാനലെ, തൻ്റെ പ്രതാപമാകുന്ന തീയിൽ ശത്രുവ, ശത്രുക്കൾ ഈയാമ്പാറ്റകളെ പോലെ വീഴുമെന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രേയോനേകത, ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള സാമ്പത്തികമായ ഗുണങ്ങളുണ്ടാകും, തനിക്ക് പല രീതിയിലുള്ള സാമ്പത്തികമായ വിഷയങ്ങളിൽ നന്മകളുണ്ടാകാം. ദുഃഖമങ്കോദ്ഭവാന, സന്താനങ്ങളുമായി ബന്ധപ്പെടുന്ന ദുഃഖങ്ങളുണ്ടാകും. എന്താണ് ഇതിന് കാരണം? സൂര്യൻ 11-ാം ഭാവത്തിൽ നിന്ന് നോക്കുന്നത് എവിടെയാണ്? 5-ാം ഭാവത്തിലാണ്, സന്താനസ്ഥാനത്തേക്കാണ്. വൈകല്യവാനാണ്. വൈകല്യവാനായ ഗ്രഹം സന്താനസ്ഥാനത്തേക്ക് നോക്കുമ്പോൾ വൈകല്യമുണ്ടാകും. ഇവിടെ ഗർഭിണികൾക്ക് അപോഷം വരാം, ചെറിയ കുട്ടികൾക്ക് അരിഷ്ടതകൾ വരാം, പ്രായമല്ല മുത്തച്ഛനും മുത്തശ്ശിക്കുമൊക്കെ എന്തെങ്കിലും ചെറിയ മക്കളുമായി നടക്കുമ്പോൾ ചില അപകടങ്ങൾ വരാം. അതിനാൽ ഈ ഒരു കർക്കിടക മാസക്കാലം വളരെയധികം ശ്രദ്ധിക്കുക. ചെറിയ മക്കളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ റിസ്ക് എടുത്തുള്ള ഒരു കാര്യത്തിനും മുന്നോട്ട് നീങ്ങാതിരിക്കുക. ബുദ്ധിമുട്ടുകൾ വരാതിരിക്കട്ടെ എന്ന് വളരെ കരുതലോടുകൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. മന്ത്രസ്ഥാനമാണ്. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. എല്ലാം നന്മകളാവട്ടെ. നന്ദി, നമസ്തേ.